അഗസ്റ്റിൻ സഹോദരന്മാർ പ്രതികളായ മുട്ടിൽ മരമുർ കേസിൽ പിടിച്ചെടുത്ത മരങ്ങൾ ലേലം ചെയ്യാൻ വനംവകുപ്പിന് കോടതിയുടെ അനുമതി. 4 കോടി രൂപ മൂല്യം വരുന്ന മരങ്ങൾ ലേലം ചെയ്യാൻ ബത്തേരി മജിസ്ട്രേറ്റ് കോടതിയാണ് അനുമതി നൽകിയത്. കേസുമായി മുന്നോട്ട് പോകുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. തീർച്ചയായിട്ടും ഗവൺമെന്റ് അത് കർശനമായി പറഞ്ഞതുപോലെ കേസിന്റെ വഴി അത് മുന്നോട്ട് കൊണ്ടുപോകും. ഒരു തർക്കമൊന്നുമില്ല. അങ്ങനെ തീർച്ചയായിട്ടും ലേലം ചെയ്തു കൊടുക്കും. കാളിദാസൻ ദേവദത്തം വിവരങ്ങളുമായി. കാളിദാസൻ, ഇന്നിപ്പോൾ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ വനം മന്ത്രി ഈ വിഷയത്തിൽ വ്യക്തമാക്കിയത് ഇത് വനം വകുപ്പുമായി ബന്ധമുള്ള കേസല്ല, റവന്യൂ വകുപ്പാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നതാണല്ലോ. അനുജ, ഇപ്പോൾ നിലവിൽ പിടിച്ചെടുത്ത മരത്തടികൾ ലേലം ചെയ്യാനായി ബത്തേരി മജിസ്ട്രേറ്റ് കോടതി അനുമതി നൽകിയിരിക്കുന്നു വനംവകുപ്പിന് എന്നുള്ളതാണ്. അതായത് പിടിച്ചെടുത്ത മരങ്ങൾ 4 കോടി രൂപ മൂല്യം വരുന്ന മരങ്ങൾ വരെ വനംവകുപ്പിന് ലേലം ചെയ്ത് വിൽക്കാം. ലേലം ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നു. അല്പനാളുകൾക്ക് മുൻപാണ് ഈ തടികൾ സർക്കാർ കണ്ടുകെട്ടിയതിനെതിരെ അഗസ്റ്റിൻ സഹോദരങ്ങൾ, പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾ ഒരു ഹർജി നൽകിയത്. എന്നാൽ ഹർജി തള്ളുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് പ്രതികളുടേതാണ്, അല്ലെങ്കിൽ അത് സർക്കാരിന്റേതല്ല ഈ മരത്തടികൾ എന്ന് കാണിക്കാൻ ഒരു കീറക്കടലാസ് പോലും പ്രതികൾക്ക് ഹാജരാക്കാൻ കഴിയില്ല എന്നുള്ളതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ ഹർജി തള്ളിയത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അപേക്ഷ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും നൽകിയത്. ഈ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു അനുമതി കൂടി നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ലേലം നടപടികളിലേക്കൊക്കെ കടക്കുകകൂടിയാണ്. അതോടൊപ്പം തന്നെ വനം മന്ത്രിയുടെ പ്രസ്താവന അത്രത്തോളം ശ്രദ്ധേയമാണെന്നുള്ളതും കൂടിയാണ്. കാരണം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുമുള്ള നടപടികൾക്ക് ഒരു മെല്ലെപ്പോക്കുണ്ടെന്നുള്ള തരത്തിലൊരു ആക്ഷേപമൊക്കെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വനം വകുപ്പിന്റെ നടപടികൾ അതിവേഗമാക്കും എന്നുള്ള വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.